ഹലോ ഗൈസ്, നമ്മളത് ടെറസിൽ വന്നപ്പോൾ ഒരുപാട് സ്കെലട്ടൺ ലീവ്സ് ഇതേപോലെ വന്ന് വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. വീണ് കിടക്കുന്നതല്ല, താഴെ കിടന്ന് അവള് കൊറേ തപ്പി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല മാവുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇലകൾ തൊഴഞ്ഞ് വീണ് ഇവിടെ കൊറേ നേരം ദിവസങ്ങള് കിടന്ന് അത് കിടന്ന് ഇങ്ങനെ മഴയത്ത് അയിലത്തും എല്ലായാണ് ഈ സ്കെൽട്ടൺ. ഇതല്ലാതെ ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ ഗൈസ്. ബുക്കിലൊക്കെ വെച്ച് ഉണ്ടാക്കണൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. അവളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. മീനിട്ടിട്ടുണ്ട് കേട്ടോ ഫിഷിൻ്റെ. നല്ല ക്ലിയർ ആയിട്ടുള്ളത്. ഇത് സ്കെൽട്ടൺ ആയിട്ടുള്ളതല്ലോ തന്നെ. ഇതൊക്കെ സ്കെൽട്ടൺ ആയിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ ആവാണ്ടെന്ന് തോന്നുന്നു. അതാ ഇവിടുത്തെ ഇത് ഞാൻ ബ്രഷ് വെച്ച് ചെയ്ത് നോക്കി, പക്ഷെ കീറുന്നു. ബ്രഷ് വെച്ച് ചെയ്തിട്ട് ചെയ്ത് നോക്കിയിട്ട് കീറണമെന്ന് പറഞ്ഞു. വേണ്ട, ഇതൊക്കെ ഉണങ്ങിയതാണ്. അതൊന്നും ഉണങ്ങിയതല്ല. പെയിന്റ് ഒക്കെ അടിച്ചെടുത്ത വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ആവുമ്പോ നന്നായിട്ടാവും. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇത് ഞാൻ ഇനി ബുക്കിൽ വെച്ച് എന്തിനായിരിക്കും സംഭവിക്കണം. എണ്ണയാണോ ചെയ്യാൻ പറ്റും ഒരു കാര്യേ. എന്റെ കയ്യിൽ മൊത്തം എണ്ണാവും. ഇവിടെയൊക്കെ നോക്ക്, നല്ല പച്ചപ്പ് പിടിച്ചാണ് നിൽക്കുന്നത്. അവിടെ ഒരു വീടുണ്ട്, അവിടെ നല്ല പച്ചപ്പ് പോലെയാണ്. പച്ച പ്രദേശമാണ് ഇവിടെ. ഉണ്ടാ ചക്ക. നമ്മളെ കളക്ഷനൊക്കെ ഇത്രയാണ്. വേണ്ട, ഇനിയും കിട്ടണമെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കും. ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരികയാണ്. ഇത് ആയിട്ടില്ലെന്ന് തോന്നുന്നു. നല്ലപോലെ ആയി. ഇത് വേണ്ട. ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രദേശങ്ങൾ. ഇവിടെയൊക്കെ നല്ല ഗാർഡൻ പോലത്തെ ഇതൊക്കെ ഉണ്ട്. ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ് സിന്ധു ആന്റീന്റെ വീട്. ഇതൊക്കെ വെച്ചിട്ട് ഒരു പെയിന്റിങ്ങിന്റെ ഒക്കെ വീഡിയോ ഇടാം. ഈ ഒരു ഇല വെച്ചിട്ട് പെയിന്റിങ്ങിന്റെ വീഡിയോ ഇടാം. ഒക്കെ കേറുന്ന വീഡിയോ ആണിത്. കുട്ടി, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ബൈ ബൈ, സീ യു.